ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാമാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ആൻഡ് ഫൈനലി പുഷ്പ 2 ദ റൂൾ ഇറങ്ങിയിരിക്കുകയാണ്. പഴയ കാസ്റ്റ് തന്നെയാണ് പടത്തിലുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു തുടക്കമൊക്കെ എന്താ പറയുന്നത്, ഒരു കണക്ട് ചെയ്യാത്ത രീതിയിലാണ് പോകുന്നത്. അതായത് ഒരു ജപ്പാൻകാർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പക്ഷെ അത് തുടങ്ങി പിന്നെ വീണ്ടും പുഷ്പയുടെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നു. പടം അങ്ങനത്തെ ഒരു രീതിയിലാണ് പോണത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ എന്താണ് ചെയ്തു വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും സീരിയസ്ലി മനസ്സിലായില്ല. കാരണം ഇതിൻ്റെ ഡയറക്ടർ സുകുമാർ, പഴയ ആക്ടർ എല്ലാവരും പഴയ ഒട്ടുമിക്ക പേരും പടത്തിലുണ്ട് കേട്ടോ. അവർക്കെല്ലാം അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മുല്ലശ്ശേരി കുടുംബം ഒന്നിച്ചിരിക്കുകയാണ് ഈ പടത്തിൽ, അതും വേണേൽ പറയാം. പിന്നെ സ്പോയിലർ ആക്കുന്നില്ല, പടത്തിൻ്റെ 3-ാം ഭാഗം ഓൾറെഡി എന്തായാലും ഇത് സ്പോയിലർ ആയിട്ടുണ്ട്. പടത്തിൻ്റെ 3-ാം ഭാഗം ഉണ്ട് കേട്ടോ. അത് ഇതിൽ തന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ കാണിക്കുന്നുമുണ്ട്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ കൊള്ളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അല്ലു അർജുൻ്റെ കുറേ നാളുകൾക്ക് ശേഷം വന്നൊരു മൂവി, അതായത് 2 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് പടം നല്ല പടം എന്ന് ഞാൻ പറയത്തില്ല, ഒരു ആവറേജ്. കാരണം എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ തുടക്കത്തിൽ ഒരു ജപ്പാൻ കാര്യങ്ങളെ വെച്ച് കാണിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും സിൻഡിക്കേറ്റും പിന്നെ എന്താ ചന്ദനമരവും അങ്ങനത്തെ കഥകളൊക്കെ കാണിക്കുന്നു. ഫഹദ് ഫാസിലൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. രശ്മിക ആണെങ്കിലും പിന്നെ അവരുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി. സെക്കൻഡ് ഹാഫിൽ ഫഹദ് ഫാസിൽ എനിക്കെന്തോ സെക്കൻഡ് ഹാഫ് കുറച്ച് നേരത്തേക്ക് കണ്ടുള്ളൂ ഫഹദ് ഫാസിൽ. അത് കഴിഞ്ഞ് പിന്നെ ഫഹദ് ഫാസിലിനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ വേറെ രീതിയിലാണ് കഥ പോകുന്നത്. അതാ പറഞ്ഞത്, നമ്മൾ ഇതിനകത്ത് ഒരുമാതിരി വില്ലന്മാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തേടൊക്കെ എന്തിനാണ് ഇറക്കാൻ പോണതെന്ന് ഞാൻ ചിന്തിക്കുക കേട്ടോ. സത്യത്തിൽ ഈ സെക്കൻഡിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പോലും ഒരു എന്ന് പറയുന്നത് ഒരു ലോജിക്കില്ലാത്ത രീതിയിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്തോ പിന്നെ ഇതിനകത്ത് പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുവാ പുഷ്പേനെ മറ്റേ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ആ ഫസ്റ്റും ഈ സെക്കൻഡും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരിതും കമ്പയർ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും. ലോജിക്കലി ചിന്തിക്കാതെ ഫസ്റ്റും ഇതുമായിട്ട് കാണരുത്. കാരണം ഫസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു സിമ്പിള് നോർമൽ ഒരു പടമാണ്. പക്ഷെ അതിനകത്ത് മാസമുണ്ട്. അതിനകത്ത് നല്ല നമുക്ക് എന്തോ പറയുന്ന കണക്റ്റ് ആകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തെന്ന് പറയുന്നത് ഒരു KGF കോട്ട പോലെ പുള്ളി ചിറ്റൂരെന്ന് പറയുന്ന സ്ഥലം എന്തോ പറയുന്നത് വാഴുന്നേര് അവിടുത്തെ രാജാവെന്ന് തന്നെ പറയാം. അങ്ങനെയാണ് കഥകളും കാര്യങ്ങളെല്ലാം പോണത്. എന്തായാലും നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്കെന്തായാലും ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. സെക്കൻഡ് ഹാഫ് ലാസ്റ്റൊക്കെ ഒരുമാതിരി വെറുതെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് കുറേ വില്ലന്മാരെ വീണ്ടും 3-ാം ഭാഗത്തിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. അങ്ങനെയാണ് പോണത്. എന്തായാലും നിങ്ങൾ കണ്ടവരാണ് തിയേറ്ററിൽ തന്നെ പോയി കാണുക. അല്ലു അർജുൻ നല്ലൊരു ഇത് കുറേ നല്ല സീൻസൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഈ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു. ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പിന്നെ അല്ലാതെ പിന്നെ ഒരു മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു ഒരിതുണ്ട്, ഒരു അമ്പലത്തിൽ വെച്ചിട്ടുള്ളത് അടിപൊളി കേട്ടോ. അത് സെറ്റപ്പ് സാധനമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഒന്നും പറയാം. ചില സീൻസൊക്കെ ഉണ്ട്, എന്ത് രസമെന്നറിയോ കാണാനായിട്ട് അതിനകത്ത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പടത്തിൽ. എന്തായാലും പടം തിയേറ്ററിൽ നിങ്ങൾ പോയി കാണുക. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുക. എനിക്ക് ഫസ്റ്റ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫ് അത്രയും ഇതായിട്ട് തോന്നിയിട്ടില്ല. അപ്പം നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ എന്തായാലും കമൻറ്റ് റിവ്യൂ ഇടുക. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.